ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു മോട്ടിവേഷണൽ വീഡിയോ ഇടാം. അതായത് നമ്മൾ വിചാരിച്ചാൽ ഏത് കാര്യവും സാധിക്കും. വേണ്ടതുപോലെ നമ്മൾ വിചാരിക്കണം. ഞാനാണെങ്കിൽ തന്നെ ഞാൻ തയ്യൽ പഠിക്കാനൊന്നും കാര്യമായിട്ട് പോയിട്ടേ ഇല്ല. എന്നാലും ഞാൻ പ്ലെയിൻ സാരി വാങ്ങിച്ച് ഡിസൈനർ സാരി തയ്ക്കുമായിരുന്നു. അങ്ങനെ തയ്ച്ച ഒരു സാരിയാണ് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ എടുത്തു കൊടുത്തത്. ഇത്തരം തന്നെ സാരി ഞാൻ വേറെ ഇതുപോലെ തയ്ച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എങ്ങും പോയി പഠിച്ചതല്ല. ഞാനൊരു ഇലക്ട്രിക് എംബ്രോയിഡറി മെഷീൻ അങ്ങ് വാങ്ങിച്ച് തനിയെ ഡിസൈൻ വരച്ച് തനിയെ തയ്ച്ച സാരികളാണ്. ധാരാളം സാരികൾ തയ്ച്ചിട്ടുണ്ട്. ഇപ്പം പക്ഷേ എനിക്ക് സാരി തയ്ക്കുന്നതല്ല ഇപ്പോഴത്തെ എൻ്റെ ക്രേസ്. എനിക്കിപ്പം ക്രേസ് എന്ന് പറയുമ്പോൾ എനിക്ക് വെച്ച് ശകലമൊക്കെ ഫോട്ടോഗ്രാഫി വീഡിയോ ഒക്കെ എടുക്കാൻ ശകലം താല്പര്യമുണ്ട്. അപ്പോഴേതെങ്കിലുമൊക്കെ വീഡിയോകളെടുത്ത് അപ്ലോഡ് ചെയ്ത് ഭഗവാന്റെയൊക്കെ വീഡിയോകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ചില ഭഗവത് കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വിഷ്ണു സഹസ്രനാമം ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് തോന്നണമെങ്കിലും ചെയ്യണമെങ്കിലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം വേണം. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇത് തന്നെ ഞാനിങ്ങനെ തയ്ച്ചെന്ന് പറഞ്ഞു. പക്ഷേ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഇത് ഭഗവാൻ വിചാരിച്ചിട്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഭഗവാന്റെ കയ്യിലാണ് എല്ലാം. നമ്മളെല്ലാം ഭഗവാനെ അങ്ങ് ഏൽപ്പിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്താൽ എല്ലാം നടക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിച്ചെന്നിരുന്ന് സന്യസിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ നമുക്കെല്ലാം ഉയർച്ചയും ഉണ്ടാകും. 23 വർഷം മുമ്പ് എൻ്റെ മക്കളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞ് എനിക്ക് ഏകാന്തത എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്ന് വിചാരിച്ച് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിറവം റോഡ് വരെ പോയി, അവിടുന്ന് ബസ് എലഞ്ഞി വരെ പോയി, തിരിച്ച് കോട്ടയം വരെ ബസ് വന്ന് എത്രയോ ദൂരം രാവിലെ 7 മണിക്ക് പോയി വൈകിട്ട് 7 മണിക്ക് വരുന്ന ഞാൻ എൻ്റെ ഏകാന്തത ദൂരീകരിച്ചത് ഞാൻ തയ്ച്ചിട്ടാണ്. ഇതുപോലൊരു മെഷീൻ വാങ്ങിച്ച് ഞാൻ തയ്ച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കാം എത്ര പേർക്കാണ് ഞാൻ സാരി തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ എന്ത് വേണേലും നടക്കും. നമ്മൾ ഇക്കാലത്ത് എല്ലാവർക്കും എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മുടെ കയ്യിൽ അതിനുള്ള കാര്യങ്ങളുണ്ട്. ആരും മണ്ടന്മാരല്ല. എല്ലാവർക്കും അതിൻ്റെ ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. അത് വേണ്ട വിധം വിനിയോഗിച്ചാൽ നമുക്ക് വളരെ നല്ല വിധത്തിൽ മുന്നേറാൻ സാധിക്കും. എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് ഭഗവാനിൽ അർപ്പിച്ച് ജോലി ചെയ്യും.